സ്റ്റോപ്പിൽ എത്തിയോ? അടുത്ത സ്റ്റോപ്പ്. രാസ ഇപ്രാവശ്യം ഉത്സവം പറ്റി നീ ഉണ്ടല്ലോ. ഉത്സവം എല്ലാം നടക്കുവോ? അതെ, 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഉത്സവമാണ്. അത് നടന്നിട്ട് തന്നെ വർഷങ്ങളായി. ആ ഉത്സവം നടന്നാലേ ഈ നാടിന് ഒരു ഐശ്വര്യം ഉണ്ടാവും. എൻ്റെ രാജുവേട്ടാ, നിങ്ങൾക്കും അറിയാമല്ലോ, ഞങ്ങൾ കമ്മിറ്റിക്കാർ ശ്രമിക്കാനായിട്ടാണോ എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്യും. പക്ഷേ എന്തോ ശാപം കിട്ടിയതുപോലെ ഉത്സവം മുടങ്ങുകയാണ്. നമ്മുടെ കാരണവന്മാർ പറയുന്നതാണ് ശരി. പണ്ട് ഈ കാവിൽ നടന്ന ദുർമരണങ്ങളാണ് ഇതെല്ലാം കാരണം. എടാ ദിവാകര, അന്ന് ആ കാവിലെ സംഭവത്തിൽ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നല്ലോ. അന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നിന്റെ അച്ഛൻ മാത്രമല്ലേ? എന്നിട്ട് എന്താ കാര്യം? മാനസികതയെ പറ്റി അവിടെ ഇവിടെ അലഞ്ഞിരിഞ്ഞ് അവസാനം മരിക്കേണ്ടി വന്നില്ലേ? മനസ്സിന് തെറ്റിയാലും പുള്ളി പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് എൻ്റെ അച്ഛൻ ഭ്രാന്തനാ. പക്ഷെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാവിൽ മരണപ്പെട്ടവരൊക്കെ പുനർജനിച്ചു എന്ന്. ജാനകി, സിദ്ധാർത്ഥ്, വേലപ്പൻ, ഇനി ഒരാൾ കൂടി വരാനുണ്ടെന്ന് അച്ഛൻ മരണക്കിടക്കലും എന്നോട് പറയാനുണ്ടായിരുന്നു. അയാൾ വന്നതിന് ശേഷം മാത്രമേ ഈ കാവിലുണ്ടായ കളങ്കം തീരൂ, ഈ നാട് നന്നാവും. महाकालं तस्माङ्गं भूतनायकं दिगम्बरं त्रिनेत्रं तं वन्दे